ഈ MPC ഫ്രാങ്ക്ലിനെ എന്ത് കാര്യത്തിനാണ് ഓടിച്ചത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രം മനസ്സിലാവും. അപ്പൊ ഇത് ട്രിക്ക് കാര്യങ്ങളാണ്. അപ്പൊ ഈ ട്രിക്ക് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ കാര്യമാണ്. അപ്പൊ ഇത് MPC ഇങ്ങനെ ഓടിച്ചിട്ട് ഫ്രാങ്ക്ലിൻ ഓടണുണ്ട്, അതേപോലെ നടക്കണുണ്ട്. അപ്പൊ ഫ്രാങ്ക്ലിനെ അങ്ങനെ അറ്റാക്ക് ചെയ്യണ്ടേ, അപ്പൊ കുഴപ്പമില്ലാതെ അറ്റാക്ക് ചെയ്യണ്ടേ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എടുക്കലെന്ന് പറഞ്ഞു തരാം. അപ്പൊ അതിനെ മുന്നായിട്ട് പോണ കാര്യം നമ്മൾ സോംബിന്റെ ഞാൻ കാണിച്ചാൽ സോംബിന്റെ അറ്റാക്ക് രീതിയൊക്കെ മാറിയിട്ട് അപ്പൊ ഇത് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നമ്മൾ നേരെ മോഡ് എടുത്താണ്, സോംബിന്റെ മോഡ് എടുത്താണ് നേരെ ക്ലിക്ക് ചെയ്യുമ്പോൾ മോഡിലേക്ക് വരും. അപ്പൊ ഇപ്പൊ തന്നെ മാറി വെച്ചാൽ നമ്മൾ അപ്ഡേറ്റിൽ വന്ന് കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ സോംബിന്റെ മോഡിൽ നമുക്ക് കാർമേഘ ഒക്കെ വന്നിങ്ങനെ. ഈ കാർമേഘ മാത്രമല്ല നമ്മളെ സോംബി മോഡിൽ നമുക്ക് എയർപോർട്ടിലേക്കാണ് സോംബി ഉണ്ടാല്. പക്ഷെ ഇപ്പൊ സിറ്റി ഫുള്ള് സോംബീസ്. ആദ്യം നമ്മൾ സോംബിന്റെ ചീപ്പ് കോഡ് അടിച്ചാൽ മാത്രം നമ്മൾ സിറ്റിയിലൊക്കെ സോംബി ഉണ്ടാവും. സോംബിന്റെ മോഡ് എടുത്താൽ തന്നെ നമ്മള് ഫുള്ള് സിറ്റിയിൽ സോംബീസുകളെ ഉണ്ടാവില്ല. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തത്. അപ്പൊ നിങ്ങൾ വീഡിയോക്ക് നല്ല സപ്പോർട്ട് തരാം. കഴിഞ്ഞ 2-3 വീഡിയോ നമ്മൾ ഇട്ട് ഇങ്ങനത്തെ കുറെ കുറിച്ചുള്ള അതിന് നിങ്ങൾക്ക് നല്ല സപ്പോർട്ട്, സബ്സ്ക്രൈബേഴ്സും നല്ല സപ്പോർട്ടൊക്കെ തന്നു, കമന്റ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് തന്നെ. അതേപോലെ നിങ്ങൾ ഈ വീഡിയോക്ക് നല്ല സപ്പോർട്ട് ചെയ്യും. അപ്പൊ സോംബി നമ്മുടെ സിറ്റിയിൽ ഫുൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസ് ഓൺ ആക്കിയാണ് നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻഫ്ലുവൻസ് ഓൺ ആയിട്ട് ഒരു കാര്യമൊന്നുമില്ല. നല്ല അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് കുറയണതൊക്കെ എന്നാലും വെറുതെ ഒന്ന് ഓൺ ആക്കിയിടാം. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അവിടെ ഫുള്ള് സോംബീസ് ആണ്. അപ്പൊ ഇവിടെ റോട്ട് ഫുള്ള് സോംബീസ് ആണ്. അപ്പൊ നമുക്ക് നേരെ നോക്കാം അവിടെ ഇവിടെയൊക്കെ സോംബീസ് ആളുണ്ടാന്ന് നോക്കാം. അപ്പൊ ഇവിടെയൊക്കെ സോംബീസ് ആളുണ്ട്. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് സൂപ്പർ പഞ്ച് ഓൺ ആക്കണം. അപ്പൊ അതിന്റെ ചീപ്പ് കോഡ് എല്ലാവർക്കും അറിഞ്ഞേക്കണം. അപ്പൊ നേരെ ഓൺ ആക്കി കോൾ ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് നേരെ ആക്ടിവേറ്റ് ആയിക്കണം. അപ്പൊ നമുക്ക് നേരെ സോംബീസിന്റെ അടുത്ത് പോകും. അപ്പൊ സോംബീസ് ഇതാ വരുന്നത്. നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന രീതി മുതൽ മാറിക്കണം. അപ്പൊ അറ്റാക്ക് ചെയ്യുന്ന ശരിക്കും സോംബി അങ്ങനെ അറ്റാക്ക് ചെയ്യണം അതേ രീതിയിലേക്ക് ആദ്യം ഇങ്ങനെ ഒന്നും ഇല്ലേനും. അപ്പൊ അറ്റാക്ക് ചെയ്യണം. ഇപ്പൊ ഈ അപ്ഡേറ്റിൽ വന്ന മാറ്റണം. അപ്പൊ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ നിൽക്കും. അപ്പൊ നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ തെറിച്ച് പോകണം കാണിച്ചത്. അപ്പൊ ഞാൻ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ നമുക്ക് കിട്ടിയ അറ്റാക്ക് ചെയ്തപ്പോ തെറിച്ച് പോകണം. നമ്മളെ ക്യാരക്ടർ അങ്ങനെ തെറിച്ചു പോകണം. അതേപോലെ തന്നെ ഈ സോംബീസാളും തെറിച്ച് പോകണം. അപ്പൊ ഈ അപ്ഡേറ്റിലേക്ക് വന്നൊരു മാറ്റമാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ താഴെ കമന്റ് ആയിരിക്കും മാർക്ക് ചെയ്ത്. അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ചു തന്നെ ഏതെങ്കിലും ഒക്കെ അറിയുന്നത് താഴെ കമന്റ് ആയിരിക്കും മാർക്ക് ചെയ്ത്. അടുത്ത് നമ്മളെ ജമ്പോ ഇല്ല, മോൾക്ക് ജമ്പ് ചെയ്യാൻ. അപ്പൊ 2 ചീപ്പ് കോഡ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുകളിലെത്തി കാണിച്ചു. അപ്പൊ നമ്മൾ നേരെ മോൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ 12:15 കോൾ ചെയ്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ പോകണം. അപ്പൊ ഇത് ഏത് വിചാരിച്ചു അപ്പൊ ഞാൻ കാണിച്ചിട്ട് കോൾ ചെയ്തിട്ട് അപ്പൊ നമ്മൾ കുറച്ചൊരു ജമ്പ് ചെയ്യാൻ പോകണം. അപ്പൊ ജമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ബിൽഡിംഗ് കണക്കാക്കാൻ ഈ ബിൽഡിങ്ങിന്റെ പൈതൽ നമ്മളിപ്പോ ജമ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അടുത്ത ചീക്കൂടെ അടിച്ച് ഇതിന്റെ മോൾക്ക് പോകാൻ പറ്റും. അപ്പൊ ഞാൻ കാണിച്ചിട്ട് ഒന്നും കൂടെ 12:16 നടച്ച നേരത്തെ 15 നടത്ത. അപ്പൊ ഇത് ആക്റ്റീവ് ആവില്ല. എന്താ വെച്ചാൽ മറ്റേത് ആക്റ്റീവ് ചെയ്ത് ഓഫ് ആയതാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ മൊബൈൽ ഫോട്ടാണ് 12:16 ഒന്നുകൂടെ അടിച്ചത്. അപ്പൊ ഞാൻ കാണിച്ചിട്ട് മോൾക്ക് പറഞ്ഞു നേരത്തെ ചാടിയപ്പോ ബിൽഡിങ്ങിന്റെ പൈതി എത്തിയിട്ടുള്ളൂ. ഇപ്പൊ ബിൽഡിംഗ് കഴിഞ്ഞ് മോൾക്ക് എത്തി നമ്മൾ താഴത്തേക്ക് വരികയാണ്. അപ്പൊ ഇത് 2 വേറെ ചീപ്പ് കോഡാണ്. അപ്പൊ ഫസ്റ്റത്തെ 12:15 പിന്നെ 12:16 എന്നാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യാൻ മാർക്ക് വർക്കിനിന്റെ RGB കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ കാണിച്ചത് ഒന്നും കൂടെ RGB കളർ. അപ്പൊ നമുക്ക് RGB കളർ ഞാൻ ചെയ്തിട്ട് കാണിച്ചത്. അപ്പൊ നമ്മളെ ലംബോർക്കിന്റെ RGB കളർ എന്താ ഇങ്ങനത്തെ. അതേപോലെ നമ്മളെ ഗെയിമിലേക്ക് ഇങ്ങനത്തെ ഒരു RGB കളർ ഇതുവരെ വന്നിട്ട്. അപ്പൊ ഞാനൊരു വണ്ടിയുടെ സ്പോൺ ചെയ്ത് കാണിച്ചില്ല. അപ്പൊ ഒരു നല്ലൊരു വണ്ടിയൊക്കെ അപ്പൊ വണ്ടി സ്പോൺ ചെയ്യാം. അപ്പൊ ഇതിന്റെ RGB കളർ ഞാൻ മാറ്റി തരാം. അപ്പൊ ഇതിന്റെ RGB കളർ ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കാറിനാണ് ഈ ലംബോർക്കിനി കാറിന്റെ RGB കളർ നിങ്ങൾക്ക് ഇഷ്ടം താഴെ കമന്റ് മാർക്ക് ചെയ്ത്. എനിക്ക് എന്തായാലും ഈ ലംബോർക്കിന്റെ RGB കളർ ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് താഴെ കമന്റ് മാർക്ക് ചെയ്ത്. അതേപോലെ തന്നെ നമ്മൾ ഈ മേഘത്തിന്റെ നടക്കായിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കലെന്ന് പറഞ്ഞു തരാം. നേരെ നമ്മൾ പൊന്തുന്ന ചീപ്പ് കോഡ് നേരെ മോൾക്ക് പൊന്ത. അപ്പൊ ഇത് സൂപ്പർ പവർ ആണ്. ഇത് സ്ലോ മോഷൻ ആക്കണോൾക്ക് ആക്കിയതല്ല, ആക്കുന്ന നിർബന്ധം സ്ലോ മോഷൻ ആക്കി ഡ്രോൺ ആക്കുക. അപ്പൊ എന്നിട്ട് സ്ലോ മോഷൻ ഒഴിവാക്കണോൾക്ക് ഒഴിവാക്കി ഞാൻ പെട്ടെന്ന് അടിച്ചാൽ വേണ്ടി സ്ലോ മോഷൻ ആക്കി. എന്നിട്ട് ഞാൻ സ്ലോ മോഷൻ ഒഴിവാക്കിയാണ് നേരെ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നിൽക്കും. അപ്പൊ സ്ലോ മോഷൻ ആക്കുന്ന ഒരു നിർബന്ധമില്ല, പെട്ടെന്ന് അടിച്ചവർക്ക് പെട്ടെന്ന് അടിച്ചാൻ പറ്റും. അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമ്പോൾ ട്രൈ ചെയ്യും. പിന്നെ സൈഡ് താഴെ നോക്കിയാൽ നേരെ താഴത്തേക്ക് വീണേക്കാരം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് താഴെ കമന്റ് ഒരിക്കലും മാർക്ക് ചെയ്ത്. അപ്പൊ നമുക്ക് അടുത്ത എന്താ ഞാൻ പറഞ്ഞു തരാം. അടുത്ത ഇതേപോലെ നമുക്ക് എങ്ങനെ ക്യാരക്ടർ ആക്കലെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നേക്കാം. ചെയ്യാൻ വേണ്ടിട്ട് എന്തായാലും നിങ്ങൾ ഇൻഫിനിറ്റ് ഓൺ ആക്കണം, മസ്റ്റ് നിങ്ങൾ ഓൺ ആക്കണം. ഇൻഫിനിറ്റ് ഓൺ ആക്കി 16 ചീപ്പ് കോഡ് അടിച്ചു. അങ്ങനെ ഞാൻ അടിച്ചാൽ കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് നേരെ മൊബൈൽ ഫോട്ടോ നേരെ മോൾക്ക് പറക്കാം. നമുക്ക് മോൾക്ക് സൂപ്പർമാന്റെ പവർ അല്ല, നമുക്ക് നേരെ മോൾക്ക് ജമ്പ് ചെയ്യാം. അതിന് മുന്നായിട്ട് നമ്മൾ ഒന്നും കൂടെ അടിച്ചു വെക്കണം. 12:15 ടിക്ക് മാർക്ക് കൊടുക്കാൻ നിങ്ങൾ നേരെ ബാക്ക് അടിച്ച് നേരെ പൊറുക്കുക. എന്നിട്ട് ഞങ്ങൾക്ക് സ്ലോ മോഷൻ ആക്കുന്ന നിർബന്ധമില്ല, നമ്മൾ ആദ്യം അടിച്ചു വെച്ചോണ്ട് എന്നിട്ട് പെട്ടെന്ന് അടിച്ചാൽ. അപ്പൊ നമ്മൾ ഇത് പോയാണ്ട് ഇൻഫിനിറ്റ് ഓൺ ആക്കിയോണ്ട് മാത്രം നമ്മൾ ജീവനാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ജീവൻ പോയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ നേരെ നീച്ചുമ്പോൾ നമ്മൾ ഇതേപോലെ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഗെയിമിൽ ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ മണ്ടുമ്പോ ഇത് സാധാരണ രീതിയിലായിട്ടുണ്ടാവും. അപ്പൊ മണ്ടിൽ നിർത്തുമ്പോ നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചത് അതേപോലെ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ മണ്ടിൽ നിർത്തി കാണിച്ചത്. അപ്പൊ അത് നേരത്തെ കാണിച്ചെന്ന പോലെ തന്നെ ആയി. അടുത്തത് ഞാൻ ഇൻട്രോ കാണിച്ചെന്ന പോലെ തന്നെ നമ്മൾ നേരെ മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവർ സ്റ്റേഷന്റെ മോഡ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നേരെ ഇവിടെ ഡ്രൈവ് വരുന്നവരെ വെയിറ്റ് നിൽക്കേണ്ടത്. അപ്പൊ ഏതാ ട്രെയിൻ നമ്മൾ നോക്കി വെക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചെന്ന പോലെ തന്നെ കാണിച്ചിട്ട് നിൽക്കുക. അപ്പൊ നമ്മൾ കുറച്ചേരം വെയിറ്റ് ചെയ്ത് നിൽക്കണം ട്രെയിൻ ഇവിടെ എത്താനൊക്കെ. അപ്പൊ ട്രെയിൻ കയറുന്ന സ്ഥലം നോക്കിയാണ് നിർത്തിയത്. ട്രെയിൻ നിർത്തലാതെ സ്ഥലം നമ്മൾ ഡോറിന്റെ അവിടെ ആയിട്ട് നിർത്താൻ നേരെ ഇൻഫിനിറ്റ് ഓൺ ആക്കുക. എന്നിട്ട് ഇൻഫിനിറ്റ് ഓൺ ആക്കി നമ്മൾ സൂപ്പർ പവർ ഓൺ ആക്കുക. എന്നിട്ട് ഓൺ ആക്കി നമ്മൾ ഡ്രോൺ അടിച്ചാൽ നമ്മൾ ഞാൻ കാണിച്ചത് ഡ്രോൺ അടിച്ച ടിക്ക് മാർക്ക് കൊടുക്കുക. ട്രെയിൻ ഇവിടെ എത്തിയാൽ മാത്രമേ കൊടുക്കുക. അപ്പൊ ഒച്ചയൊക്കെ ടിക്ക് മാർക്ക് കൊടുക്കുക. എത്ര മുന്നേ ടിക്ക് മാർക്ക് കൊടുക്കണം. അപ്പൊ നമ്മൾ എത്ര മുന്നേ എത്തി
ചെയ്തത്. അപ്പൊ ഞാൻ ഡോറിന്റെ നേരെ മുന്നിൽ നിന്നാണ് ഇത് വർക്ക് ആയത്. അപ്പൊ നിങ്ങൾ നേരെ ഡ്രെയിനിൽ കയറണം. അങ്ങനെ ഞാൻ ഡ്രെയിനിന്റെ ഓപ്ഷനിൽ നെക്കിയാൽ നമുക്ക് നേരെ ഡ്രെയിനിൽ കയറാം. അങ്ങനെ നെക്കി ഞാൻ കയറിങ്ങനെ. അപ്പൊ കയറി അപ്പൊ തന്നെ നിങ്ങൾ ഇറങ്ങണം. അങ്ങനെ ഇറങ്ങുമ്പോ തന്നെ നമ്മൾ ഇത് വർക്ക് ആവുള്ളൂ. കാണിച്ചെന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എന്റെ ഡൗട്ടിന്റെ വീഡിയോ ബാക്ക് അടിച്ചോ ഒന്നുകൂടെ കാണാം. അപ്പൊ ഇതേപോലെ വർക്ക് ആവുന്നേരം ഇത് കൺട്രോൾ ചെയ്യാൻ നല്ല പണി എന്ന് വെച്ചാൽ നല്ല പണി. ഇത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ബാക്ക് വലിച്ചുമ്പോ മുന്നിക്കോ കളിച്ചുമ്പോ ബാക്കോ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എന്താണ്. അപ്പൊ ക്യാമറ ആംഗിൾ പിന്നെ പറയാൻ വേണ്ട, അങ്ങോട്ട് നീക്കുമ്പോ ഇങ്ങോട്ട് വരും. അപ്പൊ ക്യാമറ ആംഗിൾ ഇത് കുറച്ച് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ഇത് പഠിച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഫൈറ്റ് ചെയ്യാനൊക്കെ ഇതിൽ പറ്റുന്നെങ്കിൽ. അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് പഠിച്ച് ക്യാമറ ആംഗിൾ വെക്കണമെന്നൊന്ന് ഇതൊക്കെ പഠിച്ചിട്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ ഒരാളെ ഫൈറ്റ് ചെയ്തപ്പോ നമ്മളെ ബാക്കിൽ വരുന്നത്. അപ്പൊ ഇതാണ് ഞാൻ ഇൻട്രോയിൽ കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രോയിൽ കാണിച്ചത് ഇതിപ്പോ മനസ്സിലായിട്ട്. അപ്പൊ നിങ്ങൾ ഗെയിമിൽ ആഡ് ചെയ്ത് നോക്കാം, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ക്യാമറ ആംഗിൾ ഇപ്പോഴും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പഠിച്ചുകാണ്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന. അപ്പൊ നിങ്ങൾ ഇത് വീഡിയോ കണ്ടാണ് നോക്കി ചെയ്യാൻ പറ്റുന്ന. അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് താഴെ കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ.